ഹായ് ഓൾ, വെൽക്കം ടു ഐഷാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് റെസിപ്പിയാണ്. റാഗി പൗഡർ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണിത്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും റാഗി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും ബെസ്റ്റ് ആണ്. അപ്പോൾ എന്തുകൊണ്ടും റാഗി പൗഡർ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഹെൽത്തി ആയിട്ടുള്ള ഡെസേർട്ട് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് അല്ലെങ്കിൽ പുഡിംഗ് തയ്യാറാക്കാൻ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് റാഗി പൊടിയാണ്. നല്ല ഫൈൻ ആയിട്ട് പൊടിച്ചിട്ടുള്ള റാഗി പൊടിയാണിത്. അത് 1 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തരിപ്പയിലൂടെ തരിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ 1/2 കപ്പ് പാൽപ്പൊടിയും എടുത്തിട്ടുണ്ട്. അത് ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല, 1/2 കപ്പ് പാൽപ്പൊടി വേണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പോളം തേങ്ങ ചിരവിയത് വേണം. ഞാനിപ്പോൾ ഫ്രഷ് തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മധുരത്തിനായിട്ട് പഞ്ചസാര ഒരു 1/2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ അല്പം കൂടി കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഫ്രഷ് മിൽക്ക് ഞാൻ 1 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടർ ഒരു 50 ഗ്രാമോളം ബട്ടർ എടുത്തിട്ടുണ്ട്. അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഡെക്കറേഷനായിട്ട് അല്പം ബദാം ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. ഡെക്കറേഷന് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ഡെക്കറേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതുപോലൊരു പാന്, നോൺ സ്റ്റിക്ക് പാന് ചൂടാക്കിയിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ച ശേഷം അതിലേക്ക് നമുക്ക് ഈ 1 കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 1 മിനിറ്റോളം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു ഡെസേർട്ട് നമ്മൾ ആദ്യം തൊട്ടേ വളരെ കുറഞ്ഞ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് കൈ വിടാതെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കും വേണം. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഫ്ലെയിം ഒട്ടും തന്നെ കൂട്ടി വെക്കരുത്. ഇപ്പോൾ 1 മിനിറ്റ് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ റാഗിപ്പൊടി. ഇനി നമുക്ക് ഇതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. അതും റാഗിപ്പൊടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം അതുപോലെ തന്നെ തേങ്ങ ചിരവിയത് ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഒരു 30 സെക്കൻഡ് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പാണ് ചേർക്കുന്നത്. അത് അല്പം കൂടി ചേർക്കേണ്ടി വരും, മധുരം കുറച്ചുകൂടെ വേണമെന്നുള്ളവർക്ക്. അപ്പോൾ അത് നോക്കാം കേട്ടോ നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് പഞ്ചസാര നന്നായിട്ട് കമ്പൈൻ ചെയ്ത് വരണം. എല്ലാത്തിലും നന്നായിട്ട് എത്തുന്ന രീതിയിൽ നന്നായിട്ട് കമ്പൈൻ ചെയ്യണം. കാരണം നമ്മളിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത്, പഞ്ചസാര പൊടിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 1 മിനിറ്റോളം വീണ്ടും ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ റാഗി പെട്ടെന്ന് കുറുകി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് ഈ ഒരു പൊടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്ന ശേഷം ഉടനെ തന്നെ നമ്മൾ അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളത് കൈവിടാതെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. കാരണം റാഗി കുക്ക് ചെയ്തവർക്ക് അറിയാം പെട്ടെന്ന് കുറുകി വരും. അപ്പം നമ്മൾ കൈവിടാതെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ റാഗി പെട്ടെന്ന് കട്ടയായിട്ട് നമ്മൾക്കത് പിന്നെ കുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ലാസ്റ്റ് അത് നന്നായിട്ട് ഇതുപോലെ സ്പാറ്റിലോണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി. പക്ഷെ നന്നായിട്ട് കുക്കായി കിട്ടണം റാഗി, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഇതുപോലെ കട്ടകൾ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ലാസ്റ്റ് വരുമ്പോൾ നമുക്കതൊന്ന് ഉടച്ചെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഡെസേർട്ട് നമുക്ക് പെട്ടെന്ന് റെഡി ആയി കിട്ടും. പക്ഷെ നമ്മളത് കൈ വിടാതെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഞാൻ വീണ്ടും പറയാൻ കാരണം നമ്മളത് ഒന്ന് മാറി നിൽക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് കട്ടയായിട്ട് നമുക്ക് പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പം അതുകൊണ്ട് കൈ വിടാതെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടെങ്കിൽ അപ്പോഴേ നമ്മൾ സ്പാറ്റിൽ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ അത് ഉടച്ചെടുക്കണം. പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇതുപോലെ ഈ ഒരു പരുവത്തിൽ പെട്ടെന്നായി കിട്ടും. അപ്പം അതുകൊണ്ട് നമ്മൾ കൈവിടാതെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഈ പാനിന്റെ സൈഡിലൊക്കെ ചെറുതായിട്ടൊന്ന് വിട്ട് വരുന്നൊരു പരുവായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് അല്പമായിട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം.
ബട്ടർ എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കണ്ട. അങ്ങനെ വരുമ്പോൾ നമുക്കത് മിക്സ് ചെയ്യാൻ പറ്റില്ല, എല്ലായിടത്തും എത്തുമില്ല. അപ്പം അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കും വേണം, കാരണം ഇപ്പോഴും ചെറിയ ചെറിയ കട്ടകൾ ആയി കിടക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് സ്പൂൺ കൊണ്ട് ഉടച്ചെടുക്കുക. അതുപോലെ ഈ ബട്ടർ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കും വേണം. ഇപ്പോൾ ഈ പാനിന്റെ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം നന്നായിട്ട് റെഡി ആയി വരുന്നുണ്ട്. ബട്ടർ ഇങ്ങനെ അല്പം അല്പം ചേർത്ത് കൊടുക്കാനും വിട്ടുപോകരുത്, എന്നാലേ നന്നായിട്ട് റെഡി ആയി കിട്ടുള്ളൂ. പിന്നെ ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പൊ നമുക്ക് നന്നായിട്ട് റോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒട്ടി പിടിക്കുന്ന ഒരു സ്റ്റേജ് വിട്ട് കിട്ടണം. ഇപ്പോൾ പാനിന്റെ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം ഇനി. അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ട് അതിൽ നെയ്യ് നന്നായിട്ട് തടവി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള റാഗി മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്പാറ്റില കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ നന്നായിട്ട് അത് ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും ഒരേ ഷേപ്പിൽ കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇത് തണുപ്പിച്ചിട്ടാണ് ഇത് കഴിക്കാൻ പോകുന്നത്. കുട്ടികളാവുമ്പോൾ തണുപ്പിച്ചിട്ടേ അവർക്ക് ഇഷ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ മുതിർന്നവർക്ക് വേണമെങ്കിൽ ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു ഹൽവ കഴിക്കുന്ന ആ ഒരു പരുവത്തിൽ കിട്ടും നമുക്ക്. അപ്പോൾ ഇത് നമ്മൾക്ക് ഇപ്പോൾ തണുപ്പിച്ചിട്ടാണ് ഞാനിപ്പോൾ സെർവ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയെന്ന് നോക്കാം. ഇനി നമുക്കിതിന്റെ മുകളിൽ ഡെക്കറേഷനായിട്ട് അല്പം ബദാം കൈകൊണ്ട് നന്നായിട്ട് ബദാം ഫ്ലേക്സ് കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇതിന് പകരം അണ്ടിപ്പരിപ്പായാലും കുഴപ്പമില്ല, അത് എന്തായാലും പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. നമ്മളിത് തണുപ്പിച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യാൻ നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിത് തണുപ്പിക്കാൻ വേണ്ടിട്ട് വെക്കാം. ഇനി ഇത് ഫ്രീസറിൽ സെറ്റ് ആവുന്നത് വരെ വെക്കണം. ഫ്രീസറിലാണ് ഞാൻ വെക്കുന്നത്, ഫ്രിഡ്ജിൽ താഴെയല്ല. ഫ്രീസറിൽ വെച്ചാൽ ഇത് നന്നായിട്ട് സെറ്റായി കിട്ടുള്ളൂ. ഒരു 2-3 മണിക്കൂർ വെക്കുക. എന്നിട്ട് സെറ്റ് ആയിട്ടുണ്ടോ നോക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. വീണ്ടും വീണ്ടും പറയാണ്, ഫ്രീസറിലാണ് ഇത് വെക്കേണ്ടത്. അപ്പൊ നമ്മളുടെ റാഗി ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഫ്രീസറിൽ നിന്ന് എടുത്ത പാടാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് നമ്മൾ സെർവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഐസ്ക്രീമും ചോക്ലേറ്റ് ഒക്കെ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത പാടെ നമ്മൾ കഴിക്കുന്നതും പിന്നെ അല്പനേരം കഴിഞ്ഞാൽ ചെറുതായിട്ട് മെൽറ്റ് ആവുന്നതും പോലെ തന്നെയാണ് ഈ ഒരു ഡെസേർട്ടും. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ചോക്ലേറ്റി ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം ന്യൂട്ടെല്ലയിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് അത് ഒന്ന് ലൂസാക്കി എടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രിസിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്കാണെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആവും. ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അവരെന്തായാലും കഴിക്കും, വളരെയധികം ഇഷ്ടമാവും ചെയ്യും. ആ ഒരു ന്യൂട്ടെല്ലിന്റെ ഫ്ലേവർ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും അവർ നല്ലൊരു ഡെസേർട്ട് കഴിക്കുന്ന രീതിയിൽ തന്നെ അവർ കഴിക്കും. ഇത് ഒട്ടും നിർബന്ധമില്ല. പക്ഷെ ചില കുട്ടികൾക്ക് ആ ചോക്ലേറ്റിന്റെ കളർ വന്നാലേ അത് കഴിക്കുന്നുള്ളൂ. കുട്ടികൾക്കാണെങ്കിൽ നല്ല ഹെൽത്തിയാണ് ഈ റാഗി കഴിക്കുന്നത്. അപ്പൊ ഇങ്ങനെ അല്പം ന്യൂട്ടെല്ലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമാവും. പിന്നെ ന്യൂട്ടെല്ല വേണ്ടാത്തവർക്ക് ഇതുപോലെ കണ്ടൻസ്ഡ് മിൽക്കിൽ അല്പം പാലോ അല്ലെങ്കിൽ വെള്ളമോ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അതും നല്ല ടേസ്റ്റി ആട്ടോ. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഈ കണ്ടൻസ്ഡ് മിൽക്ക് അതല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് തേങ്ങാപ്പാലിൽ അല്പം മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒഴിച്ചെടുക്കുമ്പോഴാണ് ഇഷ്ടം തോന്നിയത്. ഞാൻ വേറെ റെസിപ്പിയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, പുഡിംഗ് റെസിപ്പിയിലൊക്കെ തേങ്ങാപ്പാലും കണ്ടൻസ്ഡ് മിൽക്കും കൊണ്ടുള്ള മിക്സ്ചർ. അപ്പൊ അതുപോലെ കഴിക്കുമ്പോൾ കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ റാഗി ഡെസേർട്ട് ആണെന്ന് ഒട്ടും തോന്നില്ല. നല്ലൊരു ചോക്ലേറ്റി ഫ്ലേവർ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ റാഗി പൗഡർ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ അടിപൊളി ഡെസേർട്ട് നിങ്ങൾ കുട്ടികൾക്കായിട്ട് തയ്യാറാക്കി കൊടുക്കുക. അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്സും അതുപോലെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതാനും മറന്നു പോകരുത്. അതുപോലെ ഐഷാസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.